ഹായ് ഫ്രണ്ട്സ്, നരച്ച മുടി നമുക്ക് ഈസി ആയിട്ട് കറുപ്പിക്കാനായിട്ട് സാധിക്കും ട്ടോ. ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്ത് നമ്മൾ ഏറെ ഇഷ്ടത്തോടെ വളർത്തുന്ന ഈ നന്ദ്യാർ വട്ട പൂവ് വെറും ഒരു അലങ്കാര ചെടി മാത്രമല്ല കേട്ടോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഇലയും പൂവും എല്ലാം പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതിന്ന് കുറച്ച് പൂവ് ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല വെള്ളത്തിൽ നിന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എന്താ തിരുമ്മി കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ആ പൂവിൻ്റെ അതിൻ്റെ ഒരു നീര് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഒരുപാട് നേരം സെൽഫോണിൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ മറ്റ് കണ്ണിന് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്ത് കണ്ണിനുണ്ടാകുന്ന വേദന ഉണ്ടാവുമല്ലോ. അങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ കണ്ണിന് ചുവപ്പ് കളറെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് ഞെരടി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു നീര് പുറത്തേക്ക് വരും. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളിത് കണ്ണിലേക്ക് ഒറ്റിച്ച് കൊടുത്താൽ കണ്ണിനുള്ള ഇൻഫെക്ഷനും വേദനയൊക്കെ മാറുന്നതാണ് ട്ടോ. ഇത് പണ്ട് കാലം മുതലേ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡും കൂടിയാണ്. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ വാസലിൻ എടുക്കുന്നുണ്ട്. വാസലിൻ ഒരു അല്പം എടുത്തിട്ട് കൈവെള്ളയിലേക്ക് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു സ്പ്രേ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി സ്പ്രേ എടുക്കുക. എന്നിട്ട് ഒരു 2-3 ഡ്രോപ്പ് വരുന്ന രീതിയിൽ ആ സ്പ്രേ ഒന്ന് ആ ഒരു വാസലിനിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാസലിനും നമ്മളിട്ടുള്ള സ്പ്രേയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആയി വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിലാണെങ്കിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് എത്ര സമയമാണോ കിട്ടാറുള്ളത് അതിൻ്റെ ഇരട്ടി സമയം നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സീസണിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് പനങ്കൂമ്പ്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് എന്തായാലും നിങ്ങളിത് മിസ് ചെയ്യാണ്ട് കഴിക്കേണ്ട ഒന്നാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്ത് നോർമലാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയും കൂടുതൽ സുഗമമാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു 5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള പനങ്കൂമ്പാണ്. എന്നിട്ട് നമ്മളിത് കഴിക്കുന്ന സമയത്ത് അതിന് പുറത്തുള്ള തൊലി നീക്കം ചെയ്തതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊലി കഴിക്കരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാമ്പ് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കിട്ടുമ്പോൾ എന്തായാലും വാങ്ങി കഴിക്കണം കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ചന്ദനത്തിരി കത്തിക്കാറുണ്ടാവും. ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ വിക്സ് എടുക്കുക. വിക്സ് ഒരു അല്പം എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കത്തിക്കാൻ എടുക്കുന്ന ചന്ദനത്തിരിയുടെ മുകളിലേക്ക് ഈ ഒരു വിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ വിക്സ് മുഴുവനായിട്ട് ആ ഒരു ചന്ദനത്തിരിൻ്റെ എല്ലാ ഭാഗത്തും വന്നതിന് ശേഷം നിങ്ങൾ ചന്ദനത്തിരി കത്തിച്ച് നോക്കൂ. നല്ല രീതിയിൽ പുകയും വരും. അതേപോലെ തന്നെ ആ ഒരു വിക്സിൻ്റെ ഒരു സ്മെല്ലും കൂടി കലർന്നിട്ടുള്ള പുകയാവും. അപ്പോൾ നമുക്ക് ചുമ അതേപോലത്തെ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആവി പിടിക്കുന്ന അതേ ഒരു എഫക്റ്റും കൂടിയാണ് ഉണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് തലമുടി കൊഴിയാൻ പല കാരണങ്ങളുണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കഴിക്കുന്ന മരുന്ന്, നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെ മാറ്റാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ വിക്സ് എടുക്കാം. അത് എടുത്തതിന് ശേഷം അല്പം എടുത്താൽ മാത്രം മതി കേട്ടോ. കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ആ ഒരു ഭാഗത്ത് ഒരല്പം വിക്സ് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ആ ഭാഗത്ത് ഈ വിക്സ് കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഭാഗത്ത് പുതിയ മുടി വളർന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് പണി കിട്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രയും കെമിക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് നീലമരിയോ ഹെന്നയോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ അതേപോലെ തന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ് കേട്ടോ. ഒരു 8-10 ഗ്രാമ്പു കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം.
ഗ്രാമ്പ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് മുടി നല്ല കറുപ്പായിട്ടും കിട്ടും. അതേപോലെ തന്നെ ജലദോഷമോ കഫക്കെട്ടോ അങ്ങനത്തെ ഒന്നും പിടിക്കൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് നന്നായി കുറുകി ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ആവുന്നത് വരെ കുറുക്കിയെടുക്കുകയാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിപ്പോൾ അതെല്ലാം ഒരു എന്താ കരിയെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണിയിലിട്ടിട്ട് നമ്മൾ പിഴിയുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ നീര് നമുക്ക് എടുക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയും അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അതിനൊരു അല്പം മാത്രം ഒരു ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ മാത്രമേ ഇപ്പം ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അത് ഞാനൊരു ചെറിയ പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ല രീതിയിൽ കളർ ചേഞ്ചിങ് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഗ്രേ കളറായിട്ടുള്ള ഹെയർ ബ്രൗൺ കളറിലേക്ക് മാറുന്നത് കാണാനായിട്ട് സാധിക്കും. അതൊരു ഒറ്റ തവണ ഉപയോഗത്തിൽ തന്നെയാണ് കേട്ടോ ആ ഒരു മാറ്റം വരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ദിവസവും കുളിക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നില്ലേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ ആ സമയത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടുക. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ നിങ്ങൾ ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടാവില്ലേ അത് ഇതുപോലെ ഈ ഒരു ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് ഗ്രേ കളറായിട്ടുള്ള ഹെയറിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നരച്ച മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കാണ്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. മുടിയിൽ നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. നരച്ചിട്ടുള്ള മുടിയിൽ നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നരച്ച മുടി നിങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നത് കാണാൻ സാധിക്കും. എൻ്റെ തലയുടെ ഉൾഭാഗങ്ങളിലെല്ലാം നരച്ച മുടി ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം തേച്ച സമയത്ത് തന്നെ നല്ല രീതിയിൽ അതിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 100% റിസൾട്ടുള്ള അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.